മറ്റേത് മദ്രസക്ക് കുറെ വിട്ടില്ലേ, എന്നിട്ട് എന്തേ അവനെ കൊണ്ട് കാര്യം കിട്ടിയത് എന്നുള്ള രീതിയിൽ നമ്മൾ എത്ര ഉസ്താദുമാരെ വഴക്ക് പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്ക് പോഷൻ തീർക്കണം, അവർക്ക് സ്കൂൾ ബസ് വരുന്നതിന്റെ മുമ്പ് അവനെ പഠിപ്പിക്കണം. വഴക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പുറത്താക്കാൻ പറ്റുമോ? ഇല്ല. തല്ലാൻ പറ്റുമോ? ഇല്ല. അപ്പോഴേക്ക് പോക്സോ എന്നും പറഞ്ഞ് 60 കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വരും. ഇങ്ങനത്തെ വിവിധങ്ങളായ സമ്മർദ്ദങ്ങൾക്കിടയിൽ ഇത്തിരിയെങ്ങാനും സ്കൂൾ ബസ് വരുന്നതിന്റെ മുമ്പ് ഒരു മിനിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ രക്ഷിതാവിന്റെ എല്ലാ ശകാരവും സഹിച്ച് ഇതൊരു ജോലി എന്ന രീതിയിലാണെങ്കിൽ എന്നോ ഉപേക്ഷിച്ച് കൈക്കോട്ടും വാങ്ങിയിട്ട് തെങ്ങു തുരക്കാൻ പോകുമായിരുന്നു ഈ മദ്രസയിലെ ഉസ്താദുമാരൊക്കെ. ജോലി എന്നതിനപ്പുറം അവർ ഇതൊരു ദീനീ സേവനമായി കാണുന്നു. നമ്മൾ കൂട്ടരാജിവെച്ചാൽ, നമ്മളൊരു മാസം പഠിപ്പ് മുടക്കൽ സമരം നടത്തിയാൽ ഈ സമുദായം അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് അപ്പതിക്കുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് അവരെല്ലാം സഹിച്ച് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് പ്രയോഗിപ്പിക്കാൻ സമയമില്ല. കുട്ടിയെ കാല് നേരെ വെപ്പിച്ച് സുജൂദ് ചെയ്യിപ്പിക്കാൻ പറ്റൂല. കുട്ടിയുടെ കാലൊന്ന് നീക്കാൻ വേണ്ടി അയാൾ കാലുകൊണ്ടോ കൈകൊണ്ടോ ഒന്ന് വിരല് ഒന്നങ്ങോട്ട് നേരെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു വിദ്വേഷം ഈ ഉസ്താദിനോടുണ്ടെങ്കിൽ ഉസ്താദിന്റെ സെക്സൽ ഹറാസ് നടത്തി എന്ന് പറയാൻ അത് മാത്രം മതി. നിസ്കാരത്തിൽ കാലിന്റെ വിരല് സുജൂദിൽ നേരെ വെച്ചു കൊടുത്തതായിരിക്കും.